അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും, അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ, വിധി പറയും ദിവസത്തിനേകാധിപനെ, നിയമമാരാധിപ്പൂ ഞങ്ങളെന്നെ മാത്രം സതതം സഹായമർത്തിൽപ്പതും തിരുമുമ്പിൽ. നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ, നിന്നനുഗ്രഹപാത്രമായോർവിൻ മാർഗത്തിൽ. അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല, സന്മാർഗദൃഷ്ടൻ തൻ വഴിയിലുമല്ല. ആനന്ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ. നിഖില ലോകങ്ങൾക്കുമേക രക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും, അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. നമ്മുടെ വേദിയിലിരിക്കുന്ന മറ്റുള്ളവർക്കും ഇന്ന് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ്. അപ്പോൾ ഒരുപാട് കാലത്തെ ഡെഡിക്കേഷനോടുള്ള കൂടിയുള്ള പഠനവും അതേപോലെ ഒരുപാട് നീണ്ട നാളത്തെ അവരുടെ ഹാർഡ് വർക്കിൻ്റെയും എല്ലാം ഒരു ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ആയിട്ട് ആണ് ഇന്നിവിടെ നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. അക്കാഡമിക് ഇയറിൽ പാസ് ഔട്ട് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ സെറമണിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഒക്കേഷനിൽ ഇവിടെ നമുക്ക് പ്രസിഡൻഷ്യൽ അഡ്രസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ പുത്തൂർ മുസ്തഫ സാറിനെ ഈ വേദിയിലേക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ ഇനാഗ്രേഷന് വേണ്ടിയിട്ട് ഉമ്മത്തൂരിൻ്റെ വിദ്യാഭ്യാസ മുന്നോട്ട് പോകലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഉന്നതിയിലേക്ക് വേണ്ടിയിട്ട് ഈ ചുക്കാൻ പിടിച്ചിട്ടുള്ള വളരെ കാലങ്ങളോളം ഒരുപാട് കാര്യങ്ങൾ വിദ്യാഭ്യാസ ഉന്നതിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള, അതേപോലെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് ഉന്നത സ്ഥാനത്തിരിക്കുന്ന നമ്മുടെ അഹമ്മദ് പുന്നക്കൽ സാറാണ്. അപ്പോൾ ആ സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള നമ്മുടെ ചീഫ് ഗസ്റ്റ് ഡോക്ടർ PT അബ്ദുൽ അസീസ് സാർ, സസൈദ് കോളേജിൻ്റെ ഫോർമർ പ്രിൻസിപ്പളായിരുന്നു. അപ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വേദിയിലിരിക്കുന്ന മറ്റ് ടീച്ചേഴ്സ് ഫായിസ് TK, മനോജ് കുമാർ, ജസ്മിന NK, ഉബൈദ് സർ, ഇവരെയും ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നന്ദി പറയാൻ വേണ്ടിയിട്ട് ഫായിസ് സാറാണുള്ളത്. അപ്പോൾ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രസിഡൻഷ്യൽ അഡ്രസ് സ്ഥാനത്തേക്ക് ഡോക്ടർ മുസ്തഫ സാറിനെ, അതേപോലെ RP ഹസൻ സർ, ഉമ്മത്തൂരിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള RP ഹസൻ സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രസിഡൻഷ്യൽ അഡ്രസ്സിന് വേണ്ടിയിട്ട് ഡോക്ടർ പുത്തൂർ മുസ്തഫ സാറിനെ ക്ഷണിക്കുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു വനിതാ കോളേജായിരുന്നു. SI വിമൻസ് കോളേജ് എന്നായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ പേര്. അപ്പോൾ വിമൻസ് കോളേജിലെ അവസാനത്തെ ബാച്ച് വിദ്യാർത്ഥികളാണ് ഇന്ന് ഇവിടെ നിന്ന് ബിരുദം സ്വീകരിക്കുന്ന ആളുകൾ. അടുത്ത പോലെ ഇവിടെ ബിരുദം വാങ്ങുന്ന ആളുകൾ മിക്സഡ് കോളേജിലെ വിദ്യാർത്ഥികളാണ്. വിമൻസ് കോളേജിലെ അവസാന ബാച്ചാണ് ഇന്നിവിടെ നിന്നിവിടെ ബിരുദം വാങ്ങി കോളേജിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോകുന്നത്. അപ്പൊ ആ നിലയിൽ അതിന് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നമുക്കിന്നിവിടെ ലഭിച്ചിട്ടുള്ള വിശിഷ്ടാതിഥി വിദ്യാഭ്യാസ മേഖലയിൽ പരിവർത്തനാത്മകമായ നിരവധി മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചവരാണ്. ഒരു കോളേജ് പ്രിൻസിപ്പൽ എന്ന നിലയിൽ മാത്രമല്ല, ദീർഘകാലമായി വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം.
മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു വിദ്യാഭ്യാസ പദ്ധതി ഉണ്ടായിരുന്നു. വിജയബേരി എന്ന പേരിലാണ് അത് അറിയപ്പെട്ടത്. 33% മാത്രം SSLC-യിൽ വിജയ ശതമാനം ഉണ്ടായിരുന്ന ഒരു ജില്ലയെ 95% വിജയത്തെ എത്തിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയ്ക്കുണ്ടായിരുന്ന ഒരു ചീത്തപ്പേര് മാറ്റി മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ നവോത്ഥാനത്തിന് അടിത്തറ പാകിയ ആ വിജയബേരിയുടെ പ്രധാനപ്പെട്ട ശില്പിയും കോഓർഡിനേറ്ററുമായിരുന്നു പ്രിയപ്പെട്ട അസീസ. അപ്പൊ അതൊരു പ്രത്യേകതയുള്ള കാര്യമാണ്. കാരണം ശൂന്യതയിൽ നിന്ന് അത്ഭുതം ഉണ്ടാക്കുന്നതിന് വേണ്ടി മെനക്കെട്ട, അതിനുവേണ്ടി അധ്വാനിച്ച, അതിനുവേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലയിൽ ഈ പരിപാടിയിൽ അദ്ദേഹത്തെ വിശേഷിച്ച് ഇവിടെ അവതരിപ്പിക്കുന്നതിലും പങ്കെടുപ്പിക്കുന്നതിലും പ്രത്യേകതയുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. ദീർഘകാലമായി സൗഹൃദമുള്ള ആളാണെങ്കിലും പ്രിൻസിപ്പൽമാർ എന്ന നിലയിൽ ഒന്നിച്ച് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്, കണ്ടുമുട്ടുന്നവരാണ്. എങ്കിലും അതിനെല്ലാം ഉപരി വിദ്യാഭ്യാസ രംഗത്തെ ഈ നേട്ടങ്ങൾ അത് ചൂണ്ടിക്കാണിക്കേണ്ടത് അനിവാര്യമാണെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ അത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സുജി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ആ സുജിയുടെ തുടക്കം മുതൽ അതിന്റെ അമരക്കാരനായി പ്രവർത്തിക്കുന്ന, അതിന്റെ സീനിയർ റിസോഴ്സ് പേഴ്സണായി പ്രവർത്തിക്കുന്നയാളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തെ തന്നെ നമുക്ക് ഈ ഒരു പരിപാടിയുടെ കോൺവൊക്കേഷൻ അഡ്രസ് നൽകുന്നതിന് വേണ്ടി കിട്ടിയത് നല്ലൊരു കാര്യമായി ഞാൻ കരുതുകയാണ്. മൂന്നാമതൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടുന്ന പ്രൊഫസർ പി മമ്മു സാഹിബ്, നമ്മുടെ എല്ലാമായ മമ്മു സാഹിബ്, ഉമ്മത്തൂരിലെ വിദ്യാഭ്യാസ നവോത്ഥാനത്തിന്റെ ജീവനാടിയായ അദ്ദേഹം പഞ്ഞുപിടിച്ച് കിടപ്പാണ്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യം കോളേജിലെ ഒരു പരിപാടിക്കും ഒരിക്കലും ഉണ്ടാകാറില്ല. പക്ഷെ നിർഭാഗ്യവശാൽ കഠിനമായ പനി കാരണം അദ്ദേഹത്തിന് ഇവിടെ പങ്കെടുക്കാൻ കഴിയുന്നില്ല. ആ ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ആശംസകൾ ഈ ചടങ്ങിൽ അറിയിക്കുകയും ചെയ്യുക. ഇവിടെ ബിരുദം സ്വീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് അദ്ദേഹം ആശംസ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ വിദ്യാർത്ഥികൾക്ക് ഏതാണ്ട് 97% നമുക്ക് ഈ ബാച്ചിന്റെ വിജയം. ആ 97% റിസൾട്ട് ഉണ്ടാക്കുന്നതിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച, കഠിനാധ്വാനം ചെയ്ത അധ്യാപകർക്കുള്ള പ്രത്യേക കടപ്പാടും നന്ദിയും ഇവിടെ അറിയിക്കാനും മമ്മു സാഹിബ് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം ഇവിടെ അറിയിക്കുക. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ പാസിംഗ് ഔട്ടായി പോകുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്കും പ്രിൻസിപ്പൽ എന്ന നിലയിൽ, അതോടൊപ്പം വ്യക്തിപരമായും, അതിലുള്ള പല വിദ്യാർത്ഥികളും എനിക്ക് പേഴ്സണലായി വളരെ അടുപ്പമുള്ള ആളുകളാണ്. അവർ കോളേജിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നന്നായി സഹകരിച്ചവരാണ്. അവരോടുള്ള കടപ്പാടും കൃതജ്ഞതയും ഇവിടെ രേഖപ്പെടുത്തുകയും അവർക്ക് അഭിനന്ദനങ്ങൾ നേരുകയും ചെയ്യും. Respected President, our Principal, and well-known reputed personality, Dr. Putur Mustafa, Ms. Hajisha, who delivered his welcome speech, our chief guest, Dr. P.T. Abdul Aziz, retired principal, Surfside College, and made several important contributions to education field and education projects. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷമാണിത്. നിങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജിലെത്തി, കോളേജിൽ നിന്ന് ബിരുദം സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണിത്. അപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിലൊക്കെ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ ഡ്രസ്സിലും ഒരു വ്യത്യാസം കാണുന്നുണ്ട്. ആ വ്യത്യാസം ഈ ചടങ്ങിൻ്റെ ഔദ്യോഗിക സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ്. പഴയ കാലത്ത് ഒരാൾ ബിരുദം നേടുക എന്ന് പറയുന്നത്
അവരുടെ വിദ്യാഭ്യാസത്തിലെ ഏറ്റവും വലിയ ഒരു സ്ഥാനത്തെത്തുക എന്നുള്ള അർത്ഥത്തിലാണ്. അത് ലഭിക്കുന്ന സമയത്ത് അനർഘമായ ആ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ കുടുംബക്കാരൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ഇത് തരാൻ വേണ്ടിയിട്ട് ഉന്നതരായ ആളുകൾ ഉണ്ടാവും. അവരൊക്കെ ഇത്തരത്തിൽ കോട്ടൊക്കെ ഇട്ടിട്ടാണ് ഇത് വിതരണം ചെയ്യുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പണ്ടൊക്കെ കുറവായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. ഓരോ ഗ്രാമത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വന്നതോടുകൂടി ഇതൊക്കെ വളരെ സ്വാഭാവികമായി ഒരു ശീലമായി തീർന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങളൊരു ബിരുദം നേടുന്നു എന്ന് പറയുന്നതോടുകൂടി ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വലിയ അച്ചീവ്മെന്റ് നിങ്ങൾക്ക് സംഭവിക്കുകയാണ്. എന്താ സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും തമ്മിലുള്ളൊരു വ്യത്യാസം? എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മുന്നിലിരിക്കുന്ന ബിരുദം വാങ്ങുന്നവരോട് എൻ്റെ ചോദ്യമാണ്, എന്താണ് സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും തമ്മിലുള്ളൊരു വ്യത്യാസം? ഒന്നുമില്ല. സ്കൂളിൽ പരീക്ഷയുണ്ട്, കോളേജിൽ യൂണിവേഴ്സിറ്റി പരീക്ഷയുണ്ട്. ആ പരീക്ഷ എഴുതുന്നു, പാസ്സാവുന്നു എന്നാണ് സാധാരണ നിലയിൽ ആളുകൾ കാണുക. പക്ഷെ അങ്ങനെയല്ല. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ നേടുന്നത് കുറേ കാര്യങ്ങൾ, കുറേ അറിവുകളുടെ സ്വാംശീകരണമാണ്. അക്വിസിഷൻ ഓഫ് നോളജ് എന്ന് പറയാം. സ്കൂളിൽ അതാ തുടങ്ങുന്നത്. നിങ്ങൾ ചെറിയ ക്ലാസ് പഠിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. കണക്ക് പഠിക്കുന്നു, കണക്കിൻ്റെ ഹരിക്കാൻ, കൂട്ടാൻ, കിഴിക്കാൻ, ഗുണന പട്ടിക പഠിക്കുന്നു, 1 2 2 2 4 3 2 6 എന്ന പട്ടിക പഠിക്കുന്നു. ഇതൊന്നും നിങ്ങൾ പുതുതായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. മറിച്ച് കുറേ കാലമായി ഉണ്ടാക്കി വെച്ച ഒരറിവിനെ നിങ്ങൾ സ്വാംശീകരിക്കുകയാണ്. അതെന്തിനാണെന്ന് പറഞ്ഞാൽ അടിത്തറയിടാനാണ്. മുന്നോട്ട് പോകാനുള്ള അടിത്തറയിടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ അറിവ് സ്വീകരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ അറിവ് ഉപയോഗിക്കുകയാണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഗുണന പട്ടിക ഉപയോഗിച്ച് പിന്നെ മുകളിലോട്ട് കയറി പോവുകയാണ്. ഡിഗ്രിക്ക് എത്തുമ്പോൾ ഉദ്ദേശിക്കുന്നത് അറിവ് സ്വാംശീകരിക്കാനല്ല, അറിവിൻ്റെ നിർമ്മാണമാണ്. കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് എന്ന് പറയും. നിങ്ങൾ അറിവ് നിർമ്മിക്കുന്നവരായി തീരുകയാണ് ഡിഗ്രിക്ക് എത്തുമ്പോൾ. അതുവരെ നിങ്ങൾ അറിവ് സ്വാംശീകരിക്കുന്നവരാണെങ്കിൽ, സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ അറിവ് സ്വീകരിക്കുന്നവരാണെങ്കിൽ, കോളേജ് വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ അറിവ് നിർമ്മിക്കുന്നവർ കൂടിയാണ്. പറഞ്ഞാൽ വളരെ ലളിതമായ ചില ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ കോഴിമുട്ട വെള്ളത്തിലിടുന്നു നോക്കുന്നു. കോഴിമുട്ട വെള്ളത്തിലിടുന്നു, എന്താ സംഭവിക്കുക? കോഴിമുട്ട വെള്ളത്തിലിട്ടാൽ താണു പോവോ പൊങ്ങിപ്പോവോ? എനിക്കറിയാം ഞങ്ങൾ മറുപടി പറയില്ല. കാരണം പ്രസംഗിക്കുന്ന ആളങ്ങനെ പല ചോദ്യവും ചോദിക്കും. ആ ചോദ്യത്തിന് മറുപടിയും മിക്കവാറും മൂപ്പര് തന്നെ പറയും എന്നാണ് പ്രതീക്ഷിക്കുക. 1947 എന്തുണ്ടായി, തുടർന്ന് 57 എന്ത് സംഭവിച്ചു തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ പ്രസംഗിക്കുന്ന ആൾ ഉന്നയിക്കും. അതിൻ്റെ മറുപടി അങ്ങേര് തന്നെ പറയും. ഈ കോഴിമുട്ട വെള്ളത്തിലിട്ടാൽ എന്ത് സംഭവിക്കുന്നു? പൊങ്ങിപ്പോവോ താണു പോവോ? ആ ചോദ്യത്തിന് മറുപടി ഞാൻ പറയില്ല, നിങ്ങളാ പറയേണ്ടത്. താണു പോവോ? സംശയമായി. താണു പോവോ പൊങ്ങിപ്പോവോ എന്നുള്ള? താണു പോവും, ഉറപ്പാണ്. ഓക്കെ. നിങ്ങൾ സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് പഠിക്കുക എന്ന് പറഞ്ഞാൽ, കോഴിമുട്ട വെള്ളത്തിലിട്ടാൽ, ഇപ്പോൾ സാറ് ക്ലാസ് എടുക്കും, ടീച്ചർ വന്ന് ക്ലാസ് എടുക്കും, കോഴിമുട്ട വെള്ളത്തിലിട്ടാൽ താഴ്ന്നു പോകുന്നു, എഴുതിക്കോളൂ. കോഴിമുട്ട വെള്ളത്തിലിട്ടാൽ താഴ്ന്നു പോകുന്നു. നിങ്ങൾ വീട്ടിൽ പോകും, കോഴിമുട്ട വെള്ളത്തിലുള്ള താഴ്ന്നു പോകുന്നു, കോഴിമുട്ട വെള്ളത്തിലുള്ള താഴ്ന്നു പോകുന്നു എന്ന് പഠിക്കും. പിന്നെ ഒരു പരീക്ഷ വരും. ഇങ്ങനെയാണല്ലോ സാധാരണ സംഭവിക്കുക. നിങ്ങളിങ്ങനെ പഠിക്കുന്നു, എല്ലാം വീണ്ടും 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 ഉരുവിട്ട് പഠിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു പരീക്ഷ വരുന്നു. പരീക്ഷയിലൊരു ചോദ്യം ഉണ്ടാവും, കോഴിമുട്ട വെള്ളത്തിലിട്ടാൽ ഡാഷ്. അപ്പം അങ്ങനെ ആലോചിക്കുക, എന്തായിരുന്നു അന്ന് പഠിച്ചതാണല്ലോ, കോഴിമുട്ട വെള്ളത്തിലിട്ടാൽ താഴ്ന്നു പോവോ പൊങ്ങിപ്പോവോ? എന്തായിരുന്നു? അവസാനം വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് കോഴിമുട്ട വെള്ളത്തിലിട്ടാൽ താഴ്ന്നു പോകുന്നു എന്ന് ഉത്തരം എഴുതുന്നു. അതോടുകൂടി പേപ്പർ നോക്കുന്ന ആള് ആഹാ റെഡിയാണല്ലോ, ഉത്തരം ശരിയിടുന്നു, 2ൽ 2 മാർക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ 100ൽ 100 മാർക്ക്. ഇതാണ് നിലവിലുള്ള ഒരു സംവിധാനം. സ്കൂൾ സംവിധാനം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു കാര്യം നിങ്ങൾ ഹൃദിസ്ഥമാക്കുന്നു, പഠിക്കുന്നു, പരീക്ഷ വരുന്നു, ഉത്തരം എഴുതുന്നു. എന്നാൽ കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് എന്ന് പറയുന്ന ഈ സ്വാംശീകരണത്തിൽ നിന്ന് മാറി അറിവിൻ്റെ നിർമ്മാണം എന്ന് പറയുന്ന ഘട്ടത്തിലെത്തുമ്പോൾ ഇങ്ങനെയല്ല പഠിക്കുന്നത്. കോഴിമുട്ട വെള്ളത്തിലിട്ടാൽ എന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യം മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത്. കോഴിമുട്ട വെള്ളത്തിലിട്ടാൽ എന്ത് സംഭവിക്കുന്നു നിങ്ങൾ കണ്ടുപിടിക്കുന്നു. ഇപ്പം നിങ്ങൾ വീട്ടിൽ പോകുന്നു, അല്ലെ കോളേജിൽ വരുന്നു, അതാണ് പ്രാക്ടിക്കൽ. ലാബിൽ പോകുന്നു, പോയിട്ട് എന്ത് ചെയ്യുന്നു? കോഴിമുട്ട എടുക്കുന്നു, ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുന്നു, എന്നിട്ട് കോഴിമുട്ട വെള്ളത്തിലിട്ട് നോക്കുന്നു. അത്ഭുതം! എന്ത് സംഭവിക്കുന്നു? ഇവർ പറഞ്ഞതുപോലെ കോഴിമുട്ട താഴ്ന്നു പോകുന്നു. പക്ഷെ കല്ല് ഇട്ട മാതിരി അല്ല. കോഴിമുട്ട താഴ്ന്നു പോകുമ്പോൾ
കല്ലിട്ട മാതിരിയല്ല, ഇപ്പം വ്യത്യാസമുണ്ട്. ആ വ്യത്യാസങ്ങൾ മനസ്സിലാവുന്നു എന്ന് പറഞ്ഞാൽ അടിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും കല്ല് നിൽക്കുന്നത് പോലെയല്ല, കുറച്ചൊന്ന് പൊങ്ങിയിട്ടൊക്കെയാണ് നിൽക്കുക. അങ്ങനെ നിങ്ങൾ ഇതിൻ്റെ ഉത്തരം എഴുതുന്നു. എങ്ങനെ? കാണാപ്പാടം പഠിച്ച ഉത്തരമല്ല, മറിച്ച് എങ്ങനെയാ ഉത്തരം? ഉപയോഗിച്ച വസ്തുക്കൾ: കോഴിമുട്ട 1, പാത്രം ഇത്ര വെള്ളം കൊള്ളുന്ന പാത്രം 1, 2 ഇത്ര വെള്ളം, എന്നിട്ട് പ്രവർത്തനം പറയുന്നു. ആ പ്രവർത്തനങ്ങൾ എഴുതുന്നു എന്ന് പറഞ്ഞാൽ കോഴിമുട്ട വെള്ളത്തിലിട്ടു, എന്നിട്ട് വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നു. അങ്ങനെ നമ്മൾ ഈ കാര്യങ്ങൾ മുഴുവൻ എഴുതിയിട്ട് അവസാനം നിഗമനം. എന്താ നിഗമനം? കോഴിമുട്ട വെള്ളത്തിലിട്ടാൽ താഴ്ന്നു പോകുന്നു. ഈ ഉത്തരം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? പഠനവും പരീക്ഷയും ബുദ്ധിമുട്ടായിത്തീരുന്നത് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. വരണമെങ്കിൽ എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ അറിഞ്ഞും മനസ്സിലാക്കിയും പഠിക്കണം. ആ അർത്ഥത്തിലേക്ക് ഉദ്ദേശിച്ചിട്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഡിഗ്രി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായത്. ഇപ്പോൾ സുവോളജി ഡിഗ്രി പഠിക്കുന്ന ഒരാളോട് അയാൾ സുവോളജിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യവും, നമ്മളൊക്കെ മീൻ മുറിക്കുന്ന ആളുകളാണ്, മീൻ കാണുന്ന ആളുകളാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന മീൻ മിക്കവാറും നമ്മൾ കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾ. ഞാൻ ചോദിക്കട്ടെ, കുറേ മത്തി നമ്മൾ ഉപയോഗിക്കുന്നു, ആൺമത്തിയും പെൺമത്തിയും തമ്മിൽ വ്യത്യാസമുണ്ടോ? എന്താ അതിൻ്റെ വ്യത്യാസം? അങ്ങനെ ആലോചിച്ചാൽ മാത്രമേ സുവോളജി പഠിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ചുമരിൻ്റെ മുകളിൽ പല്ലി കാണുന്നു, ആ പല്ലി ആൺപല്ലിയും പെൺപല്ലിയും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വീട്ടിൽ പുതുതായിട്ട് താമസം തുടങ്ങുക, അതുവരെ ആ വീട്ടിൽ പല്ലി ഉണ്ടാവില്ല. അതേസമയത്ത് താമസം തുടങ്ങി ഒരാഴ്ച കൊണ്ട് പല്ലി ഉണ്ടാവുന്നു. എന്തുകൊണ്ടാണ് ചുമരിൻ്റെ മുകളിൽ പല്ലി ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് താമസിക്കുന്ന വീട്ടിലേക്ക് പല്ലി ഉണ്ടാവുന്നത്? ഇങ്ങനെ നിങ്ങളുടെ മസ്തിഷ്കത്തെ, നിങ്ങളുടെ തലച്ചോറിനെ പ്രവർത്തിപ്പിക്കുന്ന, ആലോചിക്കുന്ന ഒരു ലോകത്തേക്ക് വരുമ്പോഴാണ് ഡിഗ്രി വിദ്യാഭ്യാസം അല്ലെങ്കിൽ കോളേജ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അല്ലാതെ സ്കൂളിലെ പോലെ കാണാപ്പാടം പഠിച്ച് ഉത്തരം പഠിച്ച് ആ ഉത്തരം എഴുതുന്ന ഒരു വിദ്യാഭ്യാസം ആയിരിക്കരുത് കോളേജ് വിദ്യാഭ്യാസം. അങ്ങനെയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുകയും നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ബോട്ടണി പഠിക്കുകയാണെന്ന് വെക്കുക. ബോട്ടണി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഇലകൾ, ഈ പറയുന്ന ചുറ്റുപാടും കാണുന്ന എല്ലാ ഇലയെക്കുറിച്ചും നിങ്ങൾ ആലോചിക്കുന്നു. ഇതെന്താ ഇങ്ങനെ, അതെന്താ അങ്ങനെ എന്ന് ആലോചിക്കുന്നു. എല്ലാ ഇലയും ഒരുപോലെയാണോ? അല്ലല്ലോ. വെളീൻ്റെ ഇല എന്ന് പറയുന്ന ചേമ്പിൻ്റെ ഒക്കെ ഇലയില്ലേ, അതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കുന്നേരോ വ്യത്യാസം ശ്രദ്ധിച്ചിട്ടില്ലേ? അതിൻ്റെ മുകളിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളം അവിടെ കാണുന്നില്ല, അപ്പം തന്നെ അങ്ങ് പുറത്തേക്ക് പോകുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. എങ്കിൽ അത് എന്തുകൊണ്ടാ എന്നുള്ള ആലോചന. എങ്കിൽ ആ ഒരു സാധനം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തുകൊണ്ട് ഒരു കുട ഉണ്ടായിക്കൂടാ? വെള്ളം അതിൻ്റെ മുകളിൽ നിൽക്കാത്ത എന്തോ ഒരു സംഗതി അതിനകത്തുണ്ടല്ലോ ആ ഇലയിൽ. ആ ഇലയെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ട് അതിനകത്ത് എന്ത് വ്യത്യാസമാണ് അവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കുകയും ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് അപ്പോൾ നിങ്ങളൊരു പുതിയ കണ്ടുപിടുത്തത്തിലെത്തുകയും ചെയ്യുന്നു. ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ എന്തോ ഉണ്ട്. നമ്മളുടെ കുട്ടികൾ ഇപ്പം അങ്ങനെയൊന്നുമല്ല. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒക്കെ അച്ഛൻ ഉണ്ടാക്കി തരണം എന്നാണ്, അമ്മ ഉണ്ടാക്കി തരണം, ഉപ്പ ഉണ്ടാക്കി തരണം, ഉമ്മ ഉണ്ടാക്കി തരണം എന്നാണ്. എന്തിനേറെ പറയുന്നു, സേവ് ദ ഡേറ്റ് എന്ന് പറയുന്ന കല്യാണ കത്തില്ലേ, അതിന് 1.5 ലക്ഷം രൂപ ചിലവാക്കി ഷൂട്ട് ചെയ്യണം. ആരാ കൊടുക്കുക? ഉപ്പ കൊടുക്കണം, അല്ലെങ്കിൽ അച്ഛൻ കൊടുക്കണം. ഈ നിലപാടിൽ നിന്ന് മാറിയിട്ട് സ്വന്തം കാലം വരെ നിൽക്കാനുള്ള പ്രാപ്തി ഉണ്ടാവണം. നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞു, ഇനി ഒരാളെയും ആശ്രയിക്കാതെ നിൽക്കാൻ നിങ്ങൾക്ക് തന്നെ കഴിയണം. ആ അർത്ഥത്തിൽ ആലോചിച്ചു തുടങ്ങണം. വേണം വെച്ചാൽ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവൊക്കെ ഇപ്പോൾ ഒന്നൊക്കെ ഉണ്ട്, നിങ്ങൾ വിചാരിച്ചാൽ ഉണ്ടാവും. ഞാൻ വയനാട്ടിലൊരു കോളേജിൽ പ്രിൻസിപ്പലായിട്ട് വർക്ക് ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം വരെ. അവിടെ ബികോമിന് പഠിക്കുന്ന ഒരു കുട്ടി ഒരു കൊല്ലം 7 ലക്ഷം ഉറുപ്പിയാണ് ഓൺലൈനായിട്ട് ഉണ്ടാക്കിയത്. വെറുതെ തമാശ കൊണ്ട് ഉണ്ടാക്കിയതല്ല. അവള് ഓൺലൈൻ ബിസിനസ് നടത്തുകയാണ്. മെഹന്തി ഉപയോഗിച്ചിട്ട് രസകരമായ ഒരുപാട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതിന് പരസ്യം ചെയ്ത് സ്വാഭാവികമായിട്ടും ഓൺലൈനായിട്ട് ബിസിനസ് നടത്തിയിട്ട് ഒരു വർഷം 7 ലക്ഷം ഉറുപ്പിക ഉണ്ടാക്കി. അവളുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും അങ്ങോട്ട് പൈസ കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന നേരം അവൾ ഉണ്ടാക്കിയത്. പുതിയ കുട്ടികളൊക്കെ അങ്ങനെയാണ്. ആ അർത്ഥത്തിൽ സ്വന്തം കാലം വരെ നിൽക്കാനുള്ള പ്രാപ്തി ഉണ്ടാവുക മാത്രമല്ല, ഈ ഡിഗ്രി നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള വഴിയായിട്ട് കാണുക. ഇതിവിടെ തീർന്നു പോകരുത്. ഇത് കഴിഞ്ഞ് നന്നായിട്ട് മുന്നോട്ട് പഠിക്കുക. ഒന്നും പുസ്തകം നോക്കി പഠിക്കുന്ന ഒരവസ്ഥയല്ല, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്ന ഒരവസ്ഥ വരിക. അങ്ങനെ വരുമ്പോൾ പരീക്ഷയ്ക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ പണിക്കാരില്ലേ, ഈ സാധാരണ മേസൻ, എന്താ പറയുക, തേപ്പുകാർ ഏതെങ്കിലും പരീക്ഷ പാസ്സായിട്ടാണോ തേപ്പുകാരനാവുന്നത്? പക്ഷെ അയാൾ പഠിക്കുന്നില്ലേ? അയാൾ പഠിക്കുന്ന സമയത്ത് അയാളുടെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരു മികച്ച തേപ്പുകാരനാവണം, എന്നാലേ ആളുകൾ വിളിക്കുള്ളൂ. അതാണ് പരീക്ഷ ബേസ് ചെയ്തിട്ടല്ല, മറിച്ച് അതല്ലാത്ത അയാളുടെ ജീവിതം ബേസ് ചെയ്ത് പഠിക്കുന്നതുകൊണ്ടാണ് അയാൾ നല്ല പണിക്കാരനായി തീരുന്നത്. നിങ്ങളും പരീക്ഷയെ മാത്രം വിചാരിച്ചിട്ടല്ല, ഞാൻ ആ കാര്യത്തിൽ ഒരു മാസ്റ്റർ ആയിരിക്കണം, ഞാൻ ഇന്ന സബ്ജക്റ്റിലാണ്, അതിൽ ഞാനൊരു മാസ്റ്റർ ആയിരിക്കണം.
എന്ന ബോധ്യത്തോടുകൂടി അറിഞ്ഞ് മനസ്സിലാക്കിയും പഠിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഇനി അങ്ങോട്ടുള്ള പഠനത്തിൽ എന്ന് ഏറ്റവും നല്ല ആശംസകൾ തന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഭാവിയിൽ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നിങ്ങളുടെ ഭാവി ഭാസുരമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ ഈ തരത്തിലേക്ക് എത്തിച്ചിട്ടുള്ള നിങ്ങളുടെ മാതാപിതാക്കൾ അവരുടെയൊക്കെ പങ്കിനെ മറന്നു പോകരുത് എന്ന് ഓർമ്മിച്ചുകൊണ്ട് അതേപോലെ നിങ്ങളെ പഠിപ്പിച്ച് ഈ ലെവലിലേക്ക് എത്തിച്ച ഇവിടെയുള്ള അധ്യാപകന്മാർ മാത്രമല്ല 1-ാം ക്ലാസ് മുതൽ ഇവിടെ വരെ പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് അധ്യാപകന്മാരുടെ എഫർട്ട് നിങ്ങളുടെ പിറകിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെയൊക്കെ നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ബിരുദം സ്വീകരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്നെ ഈ പരിപാടിക്ക് വിളിച്ചതിൽ ഉള്ള നന്ദി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുസ്തഫ സാറിനും ഇതിൻ്റെ ഭാരവാഹികൾക്കും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നമ്മുടെ പ്രിൻസിപ്പാളും അതുപോലെ തന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റും വളരെ നല്ല പ്രഭാഷണം ഇവിടെ നടത്തി കഴിഞ്ഞു. ഞങ്ങളൊക്കെ പഠിച്ച സർ സയ്യിദ് കോളേജിലെ മുൻ പ്രിൻസിപ്പാൾ കൂടിയാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ ഇസ്മായിൽ സാർ, അബ്ദുൽ അസീസ് സാർ, അതുപോലെ തന്നെ മുസ്തഫ സാർ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ ജൂനിയറായി പഠിച്ച പ്രിയപ്പെട്ട സുഹൃത്താണ്. എല്ലാം കൊണ്ടും ഈ പരിപാടിയിൽ വളരെ മനോഹരമാക്കി മാറ്റിയ കോളേജ് കമ്മിറ്റി പ്രിൻസിപ്പാളിനും അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാഫുകൾക്കും കമ്മിറ്റിയുടെ പേരിൽ ഞാൻ നിരയപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, അതായത് ഹൈസ്കൂൾ +2 കഴിഞ്ഞ് ഡിഗ്രി പാസ്സായി നാം പുറത്തിറങ്ങുകയാണ്. വിവിധ മേഖലകളിലേക്ക് നാം തിരിയുകയാണ്. PG എടുക്കുന്ന വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് എടുക്കുന്ന വിദ്യാർത്ഥികൾ, അങ്ങനെ പല മേഖലയിലേക്കും നാം തിരിഞ്ഞു പോകുമ്പോൾ നാം പഠിച്ച സ്ഥാപനങ്ങളെക്കുറിച്ച് നല്ലതായ ചിന്തകൾ നിങ്ങളുണ്ടാവുകയും നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഈ കോളേജിനെ പറ്റി നല്ലത് പറഞ്ഞ് ഇവിടെ വിദ്യാർത്ഥികളെ ചേരുവാനുള്ള ഒരു പ്രോത്സാഹനം നിങ്ങൾ നടത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളൊക്കെ പഠിച്ച് വളർന്ന് ഈ നാട്ടിനും നിങ്ങളുടെ കുടുംബത്തിനും അതുപോലെ തന്നെ രാജ്യത്തിനും ഒരു മുതൽക്കൂട്ടായി ഉത്തമ പൗരന്മാരായി വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. സുദീർഘമായി സംസാരിക്കുന്നില്ല.
ഈ സ്ഥാപനം ഉണ്ടാക്കിയത് തന്നെ ഈ നാട്ടിലെയും ചുറ്റുപാടിലെയും വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ലാഭം ഉദ്ദേശിച്ചുകൊണ്ടല്ല മാനേജ്മെൻറ്റ് കമ്മിറ്റി ഈ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയത്. ഇതിൻ്റെ തുടക്കം മുതൽ ഇതുവരെ ഒരു ലാഭവും കമ്മിറ്റിക്ക് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിന് നടത്തിപ്പിൽ നിർലോഭമായ സാമ്പത്തിക സഹായം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഫീസുണ്ടെങ്കിലും അത് കൂടാതെ തന്നെ എത്രയോ പൈസ മാസങ്ങളിൽ ഈ സ്ഥാപനത്തിന് വേണ്ടി മാനേജിംഗ് കമ്മിറ്റി ചെലവഴിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ പഠിച്ച് നല്ലവരായി കാണുക, ഏറ്റവും ഉയർന്ന നിലയിലെത്തുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഈ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികൾക്കും നാട്ടുകാർക്കൊക്കെ ഉള്ളത്. ഇവിടെ മുസ്തഫ സാറുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ മിക്സഡ് കോളേജായി മാറ്റിയത്. കോളേജ് മാറ്റിയതിന് ശേഷം കൂടുതൽ വിദ്യാർത്ഥിനികൾ ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഈ സ്ഥാപനത്തിനുണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വളരെ ചിന്താദീപകവും അതുപോലെ തന്നെ ഗഹനവുമായിട്ടുള്ള പ്രഭാഷണങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിന് ഈ കോട്ടിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് ചൂടുമുണ്ട്. സ്വാഭാവികമായിട്ടും ഇനിയൊരു പ്രസംഗത്തിനൊന്നും പ്രസക്തിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് ഒറ്റൊരു കാര്യം, നിങ്ങൾ ഈ 3 വർഷക്കാലം ഈ പറയുന്ന കോളേജിൽ ക്യാമ്പസിൽ നിങ്ങൾ ഒരുപാട് അറിവുകൾ നേടി, ഒരുപാട് സ്കില്ല് നിങ്ങൾ അക്വയർ ചെയ്തു. സ്വാഭാവികമായിട്ടും ഇത് നിങ്ങൾ സമൂഹത്തിന് ഉപകരിക്കുന്ന രീതിയിൽ വിനിയോഗിക്കണമെന്ന് മാത്രം അമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിക്ക്, ഈ ധന്യമായ പരിപാടിക്ക് നന്ദി അറിയിക്കുക എന്നതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. ആദ്യമായി ഈ പരിപാടിക്ക് സ്വാഗത ഭാഷണം നടത്തിയ അസിസ്റ്റന്റ് പ്രൊഫസർ അസ്ജ മിസ്സിനെ ഈ പ്രോഗ്രാം കമ്മിറ്റിക്ക് വേണ്ടി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ധന്യമായ ചടങ്ങിന് അധ്യക്ഷപദം അലങ്കരിച്ച ഡോക്ടർ പുത്തൂർ മുസ്തഫ സാറിനെയും നന്ദി അറിയിക്കുന്നു. നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് നമുക്കിന്നിവിടെ മുഖ്യാതിഥിയായി എത്തിയ ഡോക്ടർ അബ്ദുൽ അസീസ് സാറിനുള്ള നന്ദിയും അറിയിക്കുന്നു. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കമ്മിറ്റി പ്രതിനിധികളായി ഇവിടെ എത്തിച്ചേർന്ന RP ഹസൻ, അതുപോലെ തന്നെ അഹമ്മദ് പുന്നക്കൽ എന്നിവർക്കുള്ള നന്ദിയും അറിയിക്കുന്നു. ഈ പരിപാടി ഇത്രയും ഭംഗിയായി കോർഡിനേറ്റ് ചെയ്ത അബ്ദുറഹ്മാൻ സർ, അതുപോലെ തന്നെ മനോഹരമായ സൗണ്ട് നൽകി നമുക്ക് ഇവിടെ അസിസ്റ്റന്റ് പ്രൊഫസർ അനഗ മിസ്, അതുപോലെ തന്നെ അബിസീന മിസ്, സ്റ്റേജ് കമ്മിറ്റി, അതുപോലെ തന്നെ സ്റ്റേജ് ആൻഡ് റിഫ്രഷ്മെൻറ്റ് എല്ലാ കമ്മിറ്റികൾക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നാഷണൽ ആന്തത്തോടുകൂടെ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. शुभ नामे जागे तव शुभ आशीष मा